ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലാണ് ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതാണ്. ഇത് ഈ ജൂലൈ മാസം ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയ നിഫ്റ്റിയിൽ തുടർന്ന് വരുന്ന ഒരു പാറ്റേണിന്റെ ഒരു ഭാഗമാണ് നമുക്ക് കാണാൻ കഴിയും. നിഫ്റ്റി അതിന്റെ റീസെന്റ് ഹൈ ആയിട്ടുള്ള 25,600 മുകളിൽ വന്നതിന് ശേഷം പിന്നീട് കഴിഞ്ഞ 4 ആഴ്ചകളിൽ നിഫ്റ്റി ആ ആഴ്ചയുടെ തുടക്കത്തിൽ ഒരു റിക്കവറിയുടെ സൂചനകൾ നൽകുമെങ്കിലും പിന്നീട് ആഴ്ച അവസാനിക്കുന്നതോടെ ഒരു വൻ വീഴ്ചയോടുകൂടി അവസാനിക്കുന്നതിന് കാണുക. അപ്പോൾ തുടർച്ചയായിട്ട് ഈ ഒരു ലോവർ ലോ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 3 മാസത്തെ ഡാറ്റകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ യാതൊരു മൂവും ഉണ്ടായിട്ടില്ല, ഒരു കൺസോളിഡേഷൻ സ്റ്റേജിലാണെന്ന് നമുക്ക് ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഗ്ലോബൽ മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റി വളരെയധികം അണ്ടർ പെർഫോം ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ US-ന്റെ ഡൗ ജോൺസ് ഇൻഡെക്സ് നോക്കുക, അല്ലെങ്കിൽ UK-യുടെ FTSE 100 ഇൻഡെക്സ് നോക്കുക, അതല്ലെങ്കിൽ ജപ്പാന്റെ നിക്കി 225 നോക്കുക, അല്ലെങ്കിൽ ചൈനയുടെ ഹാങ്സെങ് ഇൻഡെക്സ് നോക്കുക. അപ്പോൾ അമേരിക്കൻ, ഏഷ്യൻ, യൂറോപ്പ് മാർക്കറ്റുകളിലെ ഇൻഡെക്സുകളൊക്കെ അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയുടെ നിഫ്റ്റി 50 നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ 24,900 എന്നുള്ള ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ഒരു ബിയറിഷ് സിഗ്നൽ കാണിച്ച നിഫ്റ്റിയുടെ നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 24,700 ആണ്. അപ്പോൾ അവിടെ സസ്റ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ 24,450, 24,550 എന്നുള്ള ഒരു സോണിലാണ് നിഫ്റ്റി സെറ്റിൽ ചെയ്യേണ്ടത്. എന്നാൽ എന്തെങ്കിലും പോസിറ്റീവ് ക്യൂസ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ഏർണിംഗ് സീസൺ ആയതുകൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളോ അതേപോലെ US-ഇന്ത്യ ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ന്യൂസുകൾ വന്നു കഴിഞ്ഞാൽ ഒരു റീബൗണ്ട് ചിലപ്പോൾ നമ്മൾ നിഫ്റ്റിയിൽ കണ്ടേക്കാം. അങ്ങനെയാണെങ്കിൽ 25,100, 25,250 എന്നുള്ള ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ വരെ പോകാനുള്ള സാധ്യതയാണ് നമുക്ക് ടെക്നിക്കൽ ചാർട്ടുകളിൽ കാണാൻ കഴിയുക. അപ്പോൾ ഈ ബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷർ അത് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും മൈക്രോ ക്യാപ്പിലും എല്ലാ സെഗ്മെന്റിലും ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് നമ്മൾ നോക്കുമ്പോൾ നിഫ്റ്റി 50 0.53% ആണ് ഓവറോൾ ഫോളോ ചെയ്തെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് 2.96%, നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 3% ഇടയിലുള്ള ഒരു ഫോളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സെൽ ഓഫ് നമ്മുടെ മാർക്കറ്റിൽ കാണുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നോൺ സ്റ്റോപ്പ് സെല്ലിംഗ് ആണ്. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് മാത്രം അവർ 13,550 കോടിയുടെ സെല്ലിംഗ് നടത്തിയതായിട്ട് കാണും. ഈ മാസം നമ്മൾ മൊത്തത്തിൽ ഇതുവരെ എടുക്കുകയാണെങ്കിൽ ജൂലൈ മാസത്തെ ഒരു സെല്ലിംഗ് എന്ന് പറയുന്നത് 30,000 കോടി കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ആശ്വാസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സെല്ല് ചെയ്തതിനേക്കാൾ കൂടുതലായിട്ടുള്ള നെറ്റ് ബൈങ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നടത്തുന്നുണ്ട്. ഇപ്പോൾ DIS-ന്റെ കഴിഞ്ഞ ആഴ്ചയിലെ ബൈങ് ഏകദേശം 17,930 കോടിയാണ്. അത് FII സെല്ലിങ്ങിനേക്കാൾ ഏകദേശം 5,000 കോടിയോളം അധികമാണ്. അതേപോലെ ഈ മാസം മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ 39,825 കോടിയുടെ ഒരു ബൈങ് ആണ് DIS നടത്തിയിട്ടുള്ളത്. ഇത് FIIs-ന്റെ 30,000 കോടിയേക്കാൾ 9 കോടിയോളം അധികമാണ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ നമ്മുടെ മാർക്കറ്റിനെ യഥാർത്ഥത്തിൽ താങ്ങി നിർത്തുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ പല സെക്ടറുകളും വളരെയധികം അണ്ടർ പെർഫോം ചെയ്യുന്നത് കാണാം. അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് IT സെഗ്മെന്റ് ആണ്. അപ്പോൾ അവരുടെ ഒരു ഗ്രോത്ത് ഗൈഡൻസുമായി ബന്ധപ്പെട്ട് വരുന്ന മാനേജ്മെന്റ് കമന്ററികളാണ് IT സെഗ്മെന്റിനെ ഇത്രയധികം താഴോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ സെഗ്മെന്റിലും പ്രത്യേകിച്ച് ബാങ്കിങ് റിസൾട്ടുകൾ പലതും വന്നപ്പോൾ അവിടെയൊക്കെ കാണുന്ന ഒരു ആശങ്ക അസറ്റ് ക്വാളിറ്റിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ഡിറ്റീരിയോറേഷൻ ആണ്. അത് ഒരുപക്ഷെ കമ്മിങ് ക്വാർട്ടറുകളിലുള്ള ബാങ്കിങ് റിസൾട്ടുകളെ എത്രത്തോളം ബാധിക്കുമെന്ന ആശങ്ക നിലവിലുണ്ട്. അതുകൂടാതെ മൊത്തത്തിലുള്ള ഏർണിംഗ്സ് റിപ്പോർട്ടുകൾ നമ്മൾ പരിശോധിച്ചാൽ പൊതുവെ ടാർഗറ്റ് ചെയ്യുന്ന നിഫ്റ്റിയുടെ ഏർണിംഗ് ഗ്രോത്ത് എന്ന് പറയുന്നത് 10% കൂടുതലാണ്, അല്ലെങ്കിൽ ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ആണ്. പക്ഷെ ആ ഒരു ലെവലിലേക്ക് വരുമോ എന്ന സംശയമാണ് നിലവിൽ മാർക്കറ്റ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ 1,000 കോടി മാർക്കറ്റ് ക്യാപ്പിന് മുകളിലുള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 342 കമ്പനികളുടെ റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മൊത്തത്തിൽ സെയിൽസ് റവന്യൂവിൻ്റെ ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ 8 മുതൽ 9% എന്നുള്ള ഒരു ഗ്രോത്ത് ആണ് കാണുന്നത്. പ്രോഫിറ്റിൽ 10 to 11%. അപ്പോൾ ആ Q1 റിസൾട്ടുകളിൽ ആ ഒരു ഗ്രോത്ത് നമ്മളൊരു മാർക്കറ്റ് ക്യാപ്പ് വൈസ് ഡിവൈഡ് ചെയ്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1,00,000 മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള ലാർജ് ക്യാപ്പ് കമ്പനികൾ നോക്കുകയാണെങ്കിൽ 38 കമ്പനികളുടെ റിസൾട്ട് വന്നിരുന്നു. അതിൽ നമ്മൾ ഇയർ ഓൺ ഇയറിൽ അതിൻ്റെ സെയിൽസ് റവന്യൂ 15% ഗ്രോത്ത് കാണുന്നുണ്ട്, പ്രോഫിറ്റിലും 15% ഗ്രോത്ത് കാണാൻ കഴിയും. എന്നാൽ മിഡ് ക്യാപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് 20,000 കോടിക്കും 1,00,000 ഇടയിൽ മാർക്കറ്റ് ക്യാപ്പുള്ള 76 കമ്പനികളുടെ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൽ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 9% ഒരു സെയിൽസ് റവന്യൂ ആണ് നമ്മൾ കാണുന്നത്. എന്നാൽ പ്രോഫിറ്റിൽ 15% ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ലാർജ് ക്യാപ്പിൽ നിന്ന് മിഡ് ക്യാപ്പിലേക്ക് വരുമ്പോൾ ഗ്രോത്ത് കുറയുന്നതായിട്ടാണ് കാണുന്നത്. കുറച്ചും കൂടി സ്മോൾ ക്യാപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം 1,000 കോടിക്കും 20,000 കോടിക്കും ഇടയിൽ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ 200 കമ്പനികളുടെ റിസൾട്ട് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ ആവറേജ് ഇയർ ഓൺ ഇയർ സെയിൽസ് റവന്യൂ കാണുന്നത് 5 to 6% മാത്രമാണ്. അതുപോലെ പ്രോഫിറ്റ് ആണെങ്കിൽ 2 to 3% മാത്രവും. അപ്പോൾ ആ സ്മോൾ ക്യാപ്പ് സെഗ്മെന്റിലുള്ള ഗ്രോത്ത് അത്ര ഒരു പ്രോമിസിംഗ് അല്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ മിക്സഡ് ആയിട്ട് വന്നിട്ടുള്ള Q1
റിസൾട്ടുകൾ നിലവിൽ ഹൈ PE ട്രേഡ് ചെയ്യുന്ന പല സ്റ്റോക്കുകളെയും നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം മാർക്കറ്റ് നൽകുന്ന ആ ഒരു വാല്യുവേഷന് ആനുപാതികമായിട്ടുള്ള ഏർണിങ്സ് ഉണ്ടായിട്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സ്റ്റോക്കുകൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നിയർ ടേമിൽ ഒരു കൺസോളിഡേഷൻ മാത്രമേ കാണാൻ കഴിയുള്ളൂ എന്നാണ് ഇതുവരെയുള്ള റിസൾട്ടുകൾ നമ്മൾ അനലൈസ് ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയുക. അടുത്ത ആഴ്ചയിൽ വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്ലോബൽ ഇവന്റ് എന്ന് പറയുന്നത് US ഫെഡ് മീറ്റിംഗ് ആണ്. ആ ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ജൂലൈ 29-നും 30-നുമാണ്. അപ്പോൾ അവിടെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാകുമോ എന്നുള്ള പ്രതീക്ഷയാണ് പൊതുവെ അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സൊക്കെ ഉറ്റുനോക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള റേറ്റ് കട്ട് വരികയാണെങ്കിൽ അത് ഇന്ത്യൻ IT സെഗ്മെന്റിലുള്ള സ്റ്റോക്കുകളും അതുപോലെ ഇന്ത്യയിൽ നിന്നുള്ള മറ്റ് എക്സ്പോർട്ടിനെയൊക്കെ നല്ല തോതിൽ പോസിറ്റീവായിട്ട് ഗുണം ചെയ്യുന്നതാണ്. എന്നാൽ പൊതുവെ US അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 95% പ്രോബാബിലിറ്റി ഉള്ളത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉയർത്താനുള്ള സാധ്യത ഇല്ലെന്നുള്ളതാണ്. അടുത്ത ആഴ്ച നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട പല കമ്പനികളുടെയും ഏർണിംഗ്സ് റിപ്പോർട്ട് വരുന്ന ആഴ്ചയാണ്. ബാങ്കിങ് സെഗ്മെന്റിലുള്ള ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ റിസൾട്ട് വരുന്നുണ്ട്. ഇൻഡസ്ഇൻഡ് ബാങ്ക് വളരെയധികം ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. കഴിഞ്ഞ ക്വാർട്ടറിൽ വളരെയധികം വെല്ലുവിളികൾ നേരിട്ട ഒരു സ്റ്റോക്കാണത്. അതുപോലെ ഏഷ്യൻ പെയിന്റ്സും നിലവിൽ മാർക്കറ്റ് കോമ്പറ്റീഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏഷ്യൻ പെയിന്റ്സിന്റെ റിസൾട്ടും വളരെ പ്രധാനമാണ്. അതുപോലെ NTPC, ടാറ്റ സ്റ്റീൽ, FMCG സെഗ്മെന്റിലുള്ള ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ റിസൾട്ടും ആ FMCG സെഗ്മെന്റിന്റെ ഒരു ഗ്രോത്തിന്റെ ഒരു പ്രതിഫലനമായിരിക്കും. അതേപോലെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, മാരുതി സുസുക്കി പോലെയുള്ള ഓട്ടോ കമ്പനികളുടെ റിസൾട്ട് ഉണ്ട്. സൺഫാർമയുടെ റിസൾട്ട് ഉണ്ട്. ITCയുടെ റിസൾട്ടും അടുത്ത ആഴ്ച പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ റിസൾട്ടുകൾ മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന ഷോർട്ട് ടേം വളറ്റിലിറ്റി നമ്മൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യേണ്ടതാണ്. ഇത് നമ്മൾ IPOയുടെ ഒരു സിനാരിയോ നോക്കുകയാണെങ്കിൽ ധാരാളമായിട്ട് IPO മാർക്കറ്റിൽ ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ മെയിൻ ബോർഡ് IPOകളുടെ ഒരു പ്രളയമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നിലവിൽ തന്നെ GNG ഇലക്ട്രോണിക്സിൻ്റെയും ഇൻഡിക്യൂബ് സ്പേസസിൻ്റെയും IPO ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അത് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതേപോലെ ശാന്തി ഗോൾഡ് ഇന്റർനാഷണലും ബ്രിഗേഡ് ഹോട്ടൽസിൻ്റെയും IPO ഓൾറെഡി നിലവിലുണ്ട്. അത് ശാന്തി ഗോൾഡിൻ്റേത് ജൂലൈ 29-നും ബ്രിഗേഡ് ഹോട്ടൽസിൻ്റേത് ജൂലൈ 28-നും ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. പുതുതായിട്ട് 6ഓളം പുതിയ മെയിൻ ബോർഡ് IPOകളുടെ ഡീറ്റെയിൽസ് നമുക്ക് എക്സ്ചേഞ്ചിൽ കാണാൻ കഴിയും. അതിലൊന്ന് ലക്ഷ്മി ഇന്ത്യ എന്ന് പറയുന്ന നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയുടെ IPO ആണ്. 254 ഇഷ്യൂ സൈസുള്ള ഒരു ചെറിയൊരു IPO ആണിത്. മറ്റൊന്ന് ആദിത്യ ഇൻഫോടെക്കിന്റെ IPO ആണ്. പ്രത്യേകിച്ച് സെക്യൂരിറ്റി സർവേലിയൻസ് പ്രോഡക്ട്സുകൾ നിർമ്മിക്കുന്ന CP+ എന്ന ബ്രാൻഡിൽ കാണുന്ന ഈ ഒരു ആദിത്യ ഇൻഫോടെക്, അതിന്റെ IPO സൈസ് വരുന്നത് 1300 കോടിയുടെ ഒരു IPO സൈസാണ്. മറ്റൊന്ന് ശ്രീ ലോട്ടസ് ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള കമ്പനിയുടെ IPO ആണ്. 792 കോടിയുടെ ഇഷ്യൂ സൈസുള്ള ഒരു ആവറേജ് IPO ആണിത്. ഇനി മാർക്കറ്റിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നതും ഏറ്റവും അധികം പോപ്പുലർ ആയിട്ടുള്ളതും ആളുകൾ പ്രതീക്ഷയോടെ കാണുന്ന ഒരു IPO ആണ് NSDLന്റെ IPO. 4011 കോടിയുടെ ഈ ഒരു IPO ഓപ്പൺ ചെയ്യാവുന്നതും ഈ വരുന്ന ആഴ്ചയാണ്. മറ്റൊന്ന് MNB എഞ്ചിനീയറിംഗ് ലിമിറ്റഡിന്റെ IPO ആണ്. പ്രീ എഞ്ചിനീയർഡ് ബിൽഡിംഗ്സും സെൽഫ് സപ്പോർട്ടഡ് റൂഫിംഗ് സൊല്യൂഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു എഞ്ചിനീയറിംഗ് കമ്പനിയുടെ IPO 650 കോടി ഇഷ്യൂ സൈസുള്ള ഒരു IPO ആണ്. മറ്റൊന്ന് ഓഗസ്റ്റ് 5-ാം തീയതി ഓപ്പൺ ചെയ്യുന്ന IPOയുടെ ഒരു ഡീറ്റെയിൽ വന്നതായിട്ട് കാണാം. അത് ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെ IPO ആണ്. ഒരു 130 കോടി ഇഷ്യൂ സൈസ് മാത്രമുള്ള ചെറിയൊരു IPO ആണിത്. അപ്പോൾ IPO നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന പല IPOകളും ലിസ്റ്റിംഗ് ഗെയിൻ നേടുന്നുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത്. വളരെ കുറച്ച് സ്റ്റോക്കുകൾ മാത്രമാണ് ലോസിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ IPO അപ്ലൈ ചെയ്യുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നിലവിലുള്ള മാർക്കറ്റ് കണ്ടീഷനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്കിൽ പോലും ആ കമ്പനികളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയ പഠനത്തിന് ശേഷം മാത്രമേ IPOകളിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതുള്ളൂ എന്നാണ് പറയാനുള്ളത്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഡൊമസ്റ്റിക് ഇൻഷുറൻസ് ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ അഥവാ LICയുടെ കഴിഞ്ഞ ക്വാർട്ടറിൽ ഉണ്ടായ ചില പോർട്ട്ഫോളിയോ ചേഞ്ചസിനെ കുറിച്ച് ആണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ Q1 വന്നിട്ടുള്ള ഒരു ഡാറ്റ പ്രകാരം 277 കമ്പനികളുടെ വലിയൊരു പോർട്ട്ഫോളിയോ ആണ് LIC മാനേജ് ചെയ്യുന്നത്. ഈ പോർട്ട്ഫോളിയോയുടെ ടോട്ടൽ വാല്യൂ ഏകദേശം 15.5 ലക്ഷം കോടിയാണ്. അപ്പോൾ ഇവർ കഴിഞ്ഞ ക്വാർട്ടറിൽ ഡിഫൻസ് സ്റ്റോക്കുകളിൽ ചില പൊസിഷൻസ് എടുത്തതായിട്ട് കാണാം. ഇപ്പോൾ മസഗാൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സിൽ അവർ 3.27% ഓഹരികൾ സ്വന്തമാക്കിയത് കാണാം. അതുപോലെ കൊച്ചിൻ ഷിപ്പ് യാർഡ് 0.13% അവരുടെ ഓഹരി വിഹിതം ഉയർത്തിയിട്ട് ഇപ്പോൾ 3.05% ആയിട്ട് ഉയർന്നതായിട്ട് കാണാം. അതുപോലെ ഭാരത് ഇലക്ട്രോണിക്സിൽ 0.1% ഉണ്ടായിരുന്നത് 1.99% ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ HAL അഥവാ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൽ 0.5% ഉയർത്തിയിട്ട് 2.77% ആയിട്ട് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഡിഫൻസ് സെഗ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ ഇവർ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ടെക്നോളജി ഫിനാൻസ് രംഗത്താണ്. അപ്പോൾ IT കമ്പനിയായിട്ടുള്ള ഇൻഫോസിൽ ഇവർ 0.43% സ്റ്റേക്ക് ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ 10.88% ഓഹരി അവർക്ക് ഇൻഫോസിസിൽ കാണാൻ കഴിയും. അതുപോലെ HCL ടെക്നോളജീസിൽ അവർ 0.04% ഓഹരി ഉയർത്തിയിട്ട് ഇപ്പോൾ 5.31% ആയിട്ട് ഉയർന്നതായിട്ട് കാണാം.
അതുപോലെ റിലയൻസ് ജിയോ ഫൈനാൻഷ്യൽ സർവീസസിൽ അതുപോലെ ടാറ്റ മോട്ടോഴ്സിലും ഇവർ നിക്ഷേപം ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ ബാങ്കിങ് ഓഹരികളിൽ ഇവർ വളരെ കോഷ്യസ് ആയിട്ട് നിൽക്കുന്നത് കാണാം. ഇപ്പോൾ HDFCയിലും ICICIയിലും ഇവരുടെ ഓഹരി കുറച്ചിട്ടാണുള്ളത്. അതേസമയം ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക് പോലെയുള്ള PSU ബാങ്കുകളിൽ അവർ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ RVNL, പതഞ്ജലി ഫുഡ്സ് പോലെയുള്ള സ്റ്റോക്കുകളിലും ഇവർ നിക്ഷേപം ഉയർത്തിയായിട്ട് കാണാം. എന്നാൽ പല പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലും ഇവർ വലിയ തോതിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയതായിട്ടും കാണുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് റിലയൻസ് പവർ, വേദാന്ത, സിസ്ലോൺ എനർജി പോലെയുള്ള സ്റ്റോക്കുകളിൽ ഇവർ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയിട്ടുണ്ട്. ഇതുപോലെ ഏറ്റവും അധികം ഒരു വിറ്റഴിച്ചുള്ളത് ഹീറോ മോട്ടോകോപ്പിൻ്റെ ഓഹരികളാണ്. ഇതുകൂടാതെ നവീൻ ഫ്ലോറിൻ, ഡെവിസ് ലാബ്സ്, മാരിക്കോ, അപ്പോളോ ഹോസ്പിറ്റൽസ്, ഐഷർ മോട്ടോഴ്സ്, JSW എനർജി, കൊടാക് മഹീന്ദ്ര ബാങ്ക്, ഭാരതി എയർടെൽ, SBI പോലെയുള്ള സ്റ്റോക്കുകളിലും ഇവരുടെ ഹോൾഡിംഗ് കുറച്ചായിട്ട് കാണാം. ഇപ്പോൾ നിലവിൽ ഇവരുടെ ഏറ്റവും അധികം നിക്ഷേപം ഉള്ളത് റിലയൻസിൽ തന്നെയാണ്. പിന്നീടുള്ളത് ITCയിലാണ്. പിന്നെ HDFC ബാങ്ക്, SBI, അതുപോലെ LNT തുടങ്ങിയ ഓഹരികളാണ് ഇവരുടെ ഏറ്റവും ലീഡിംഗ് ഹോൾഡിംഗ് ഉള്ള ഓഹരികൾ. അപ്പോൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിനെ കുറിച്ചും അതുപോലെ LIC പോർട്ട്ഫോളിയോ കുറിച്ചും ഒക്കെ ഇവിടെ സംസാരിക്കാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.